ലൈവിൽ ജിഷിനും നമ്മുടെ നെവിനും കൂടി ഭയങ്കരമായ ബഹളം. ജിഷിൻ പറയുന്നത് നെവിൻ ഒരു പണി എടുത്തില്ല, തിന്നാൻ വന്നെന്ന്. അങ്ങനെ പറഞ്ഞതിന് ഭയങ്കരമായ വഴക്കായിരിക്കുകയാണ്. നെവിന് പറയുന്നുണ്ട്, ഹൗസ് മേറ്റ്സാണ് ഞങ്ങൾ, നിങ്ങൾ ഗസ്റ്റ് ആണെങ്കിൽ ഗസ്റ്റിൻ്റെ രീതിയിൽ നിന്നാൽ മതി. തൻ്റെ ആ വൃത്തികെട്ട കൊണ്ട് പറഞ്ഞ ആ ഒരു ആഹാരം ഇനി എനിക്ക് വേണ്ട, താനിനി എൻ്റെ അടുത്ത് സോറിയും പറഞ്ഞുകൊണ്ടും വരണ്ടെന്നും പറയുന്നുണ്ട്. നിൻ്റെ തൊലിഞ്ഞ ന്യായം എൻ്റെ അടുത്ത് എടുക്കല്ലേന്ന് ജിഷിൻ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഡസ്റ്റ്ബിന്നിലിട്ട ആഹാരത്തിന് പിന്നെയും ടേസ്റ്റ് കാണും, എനിക്കിനി അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നെവിൻ ഭയങ്കര വഴക്കടക്കുകയാണ് ലൈവിൽ. അപ്പോഴേക്കും നമ്മുടെ അക്ബർ നെവിന് വേണ്ടി സംസാരിക്കുകയാണ്. ഇവിടെ ആഹാരം ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, അവൻ തന്നെയാണ്. എന്തോരം ഭക്ഷണമാണെന്നറിയോ അവൻ ഉണ്ടാക്കി തരുന്നത്. ഇപ്പോൾ അവന് ഇന്ന് ചെയ്തില്ലെന്നും പറഞ്ഞ് എന്തുവാ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്തുകൊണ്ട് ജിഷിനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. ഗസ്റ്റിൻ്റെ സ്ഥാനത്ത് നിന്നാൽ മാത്രം മതിയെന്ന് നെവിൻ വീണ്ടും വീണ്ടും പറയുന്നു. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അവർ പറയുന്നത്, നീ എന്തോടാ ഗസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് നീ തിന്നാനിരിക്കുവാണോ? തൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് പുറത്ത് വെച്ചിട്ട് വന്നാൽ മതി, എൻ്റെ അടുത്തോട്ട് ഉണ്ടാക്കാൻ വരണ്ടെന്ന് പറയുന്നുണ്ട്. ജിഷിനും അതിന് എതിരായിട്ട് എന്തൊക്കെയാ പറയുന്നത്. ദൈവമേ, നിനക്ക് എന്തുണ്ടായിട്ടാടാ നിന്നോട് പേഴ്സണൽ ഗ്രഡ്ജ് ഞാൻ കാണിക്കേണ്ടതെന്ന് ജിഷിൻ. നീ ആരാടാ, നീ ഒന്നുമല്ല, നീ ആരുമല്ലെന്നൊക്കെ പറയുന്നുണ്ട് നെവിനോട്. നീ ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ബഹളം നടക്കുക ലൈവിൽ. നെവിൻ പറയുന്നുണ്ട്, ഗസ്റ്റിനെ മാനിക്കുന്നു എന്നൊരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അവരുടെ കയ്യിൽ ചട്ടുകം കൊണ്ട് നെവിൻ്റെ കയ്യിൽ ചെറുതായിട്ട് പൊള്ളിയും തോന്നുന്നു. നെവിൻ അത് പറയുന്നുണ്ട്. ഞാൻ അതെടുത്ത് പറയുകയാണെങ്കിൽ അത് എവിടെ പോവും? ഇനി ഇവൻ വേണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ പറഞ്ഞ് ഒപ്പിക്കുമെന്ന് ജിഷിനും മുൻഷിയും കൂടെ പറയുന്നു. ഞാൻ ഇച്ചിരി എടുത്ത് കഴിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഭക്ഷണം എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞ് നിങ്ങളുടെ ആ ഒരു രീതി ഉണ്ടല്ലോ. അല്ലടാ, നീ തിന്നേൻ്റെ ബാക്കി എടുത്ത് ഞാൻ കഴിക്കാടാ, ഡസ്റ്റ്ബിന്നിൽ കളയാതെ, ജിഷിൻ പറയുക. അയാൾ തോന്നിയാസമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നെവിൻ പറയുന്നുണ്ട് കിടന്നുണ്ട്. ഒരു ഹൗസ് മേറ്റായ എൻ്റെ ഭക്ഷണം എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ചോദിക്കും, അല്ലെങ്കിൽ അത് ബിഗ് ബോസ് പറയട്ടെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. ഭയങ്കര ബഹളം നടക്കുക ലൈവിൽ. നമ്മൾ നിർത്തി, ഇനി ഒന്നിനുമില്ല എന്ന് ജിഷിനും മറ്റേ മുൻഷിയും കൂടെ പറയുന്നുണ്ട്. നമ്മളിവിടെ ഹാപ്പിയായിട്ട് വന്ന് എല്ലാവരുമായിട്ട് നല്ലതായിട്ട് സംസാരിച്ചിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പാനി പറയുന്നുണ്ട്, കള നിർത്തടേ, അവൻ്റെ കൈ പൊള്ളി കേട്ടോ ജിഷിൻ ചേട്ടാന്ന് ബിൻസി പറയുന്നുണ്ട്. മുൻഷി പറയുന്നു, പൊള്ളാൻ വേണ്ടിയല്ലേ അങ്ങനെ വെച്ചത്. അതെന്തോ അങ്ങനെ ഒരു വർത്താനം, ഞാൻ എൻ്റെ അബദ്ധത്തിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ കയ്യിലൊന്ന് തട്ടിപ്പോയി, അങ്ങനെ പറയല്ലേ. ക്യാമറയ്ക്കകത്ത് നമ്മുടെ ഡസ്റ്റ്ബിന്നൊക്കെ വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ജിഷിന് ആഹാരം എടുത്ത് ഡസ്റ്റ്ബിന്നിലിട്ട്. ഇത്രയും നാൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളൊക്കെ നല്ലതായിരുന്നു, നല്ല വാക്കുകൾ മാത്രമാണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ ജിഷിൻ പറയുന്നുണ്ട്.